കുറച്ചു നേരമായിട്ട് ലൈവ് കാണുന്നില്ലായിരുന്നു. ഇപ്പോ ലൈവ് വെച്ചപ്പോഴാണ് ആണ്ടട എല്ലാരും കൂടി വട്ടം കൂടി ഇരുന്നൊരു മീറ്റിംഗ് നമ്മുടെ ഗാർഡൻ ഏരിയയില്. അപ്പൊ അതിൽ സായി പറയാണ് പ്രാങ്ക് കാരണം മൊയ ആയത് ഞാനാണ് എന്ന്. സോഷ്യൽ മീഡിയയിൽ പിന്നെ എനിക്ക് നല്ല പേരും കൂടി ആയതുകൊണ്ട് നല്ല ട്രോൾ ആയിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം ആ ഒരു സംഭവം. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിജോ രതീഷ് വഴക്ക് സോൾവ് ആക്കാൻ നോക്കി. സായി പവർ ടീമാണല്ലോ, അപ്പം സോൾവ് ആക്കാൻ നോക്കി, രണ്ടുപേരും ഇരുത്താൻ നോക്കി. അപ്പൊ ഇരുത്താൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ആശാൻ ഭയങ്കര വയലന്റ് ആവുന്നുണ്ട്. ഈ സീസണില് സായി ആദ്യമായിട്ട് വയലന്റ് ആവുന്ന മൂമെന്റ് ഇന്നാണ്. രണ്ടുപേരും അവിടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് ലോക്ക് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഉച്ചക്കിട്ട വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ പ്രാങ്കിലെ ഏറ്റവും വലിയ കോമഡി പീസ് അത് സീക്രട്ട് ഏജന്റ് സായി തന്നെയായിരുന്നു. കണ്ടപ്പോ ചിരിയും സഹതാപവും എല്ലാം തോന്നിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മുടെ റിനോഷ് പുള്ളിയുടെ ഒരു ലൈവില് പുള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ സായിയെ കുറിച്ചിട്ട്. കാറിലിരുന്ന് ജഡ്ജ് ചെയ്യുന്ന മച്ചാൻ കാർ ഫസ്റ്റ് ഗിയർ ആക്കിയപ്പോ തന്നെ നിക്കറിൽ മുള്ളിപ്പോയി എന്ന് റിനോഷ് പറയുന്നുണ്ട്. അപ്പൊ അത് കടമെടുത്ത് ഞാൻ പറയാണ്. അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിലും തോന്നിയത്. പ്രാങ്ക് ആണെന്ന് തിരിച്ചറിയാത്തത് സായിയുടെ കുറ്റമൊന്നും അല്ല കേട്ടോ. പക്ഷെ അതിൽ സായി അത്രയും രോഷാകുലനാവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഓൺ എ പോസിറ്റീവ് നോട്ട് രതീഷിന്റെ പ്ലാൻ ഏറ്റു എന്ന് നമുക്ക് വേണേ പറയാം. സേഫ് ഗെയിമേഴ്സിൽ ഒരാളെങ്കിലും ഇളക്കണം എന്നതായിരുന്നു രതീഷിന്റെ ലക്ഷ്യം. ആ രീതിയിൽ നോക്കുമ്പോൾ സായി കുറച്ച് കോമഡി പീസ് ആയെങ്കിലും രതീഷിന്റെയും സിജോയുടെയും പ്ലാൻ വർക്കൗട്ടായി. ഇപ്പോ ലൈവില് നടക്കുന്ന ഒരു ടാസ്ക് ആണ്, നൈറ്റ് ടാസ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന ഭയങ്കര ചർച്ചയാണ്. അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.